ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് ഒന്നാമതായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാവാർഷികത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമത്തം അനുഭവിച്ചവർക്കേ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകൂ. അടിമത്തത്തിൻ്റെ പ്രധാന കാരണം ആകർഷണത്തിന് ഇരയാകുന്നതാണ്. പക്ഷിയെ വേട്ടയാടുന്ന ഒരു വേട്ടക്കാരൻ്റെ പെരുമാറ്റം നോക്കൂ. തൻ്റെ വല വിരിക്കുന്നതിന് മുമ്പ് അവൻ അതിൻ്റെ അടിയിൽ വലിയ അളവിൽ ധാന്യങ്ങൾ വിതറുന്നു. പക്ഷികൾ ധാന്യങ്ങൾ കാണുകയും അവയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ആശ്ചര്യകരമെന്ന് പറയട്ടെ, ചെറുധാന്യങ്ങൾ അവർക്ക് കാണാൻ കഴിയും, പക്ഷേ അവയ്ക്ക് മുകളിൽ വിരിച്ചിരിക്കുന്ന വല കാണാൻ കഴിയില്ല. ഏതാനും ധാന്യങ്ങൾ കൊത്തി തിന്നതിന് ശേഷമാണ് തങ്ങൾ വലയിൽ കുടുങ്ങിയതായി അറിയുന്നത്. അപ്പോൾ അവർ വേട്ടക്കാരൻ്റെ അടിമകളായി മാറുന്നു. ഇതുതന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും സംഭവിച്ചത്. ഏദൻ തോട്ടത്തിൽ സ്വതന്ത്രവും സന്തുഷ്ടവുമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യർ സാത്താൻ്റെ തന്ത്രത്തിൽ തങ്ങളെ നന്മയും തിന്മയും പഠിപ്പിക്കുന്ന വൃക്ഷത്തിൻ്റെ മനോഹരവും രുചികരവുമായ ഫലം കണ്ടപ്പോൾ ദൈവത്തെ നിരസിച്ച് അവർ അത് പറിച്ചു തിന്നു. അപ്പോഴാണ് തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായി അവർക്ക് മനസ്സിലായത്. അവർ പാപത്തിൻ്റെ അടിമകളായി തീർന്നു. ഈ പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ അവസാനം നിത്യമായ മരണം, അതെ, നിത്യമായ തീപ്പൊയ്ക ആണ്. ഓരോ മനുഷ്യനും പാപത്തിൽ, അതായത് അടിമത്തത്തിൽ ജനിക്കുകയും ഒടുവിൽ മരണത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ ഈ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ യേശു ക്രിസ്തു സാത്താനും പാപത്തിനും മരണത്തിനുമെതിരെ പോരാടി. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരണം സഹിക്കുകയും 3-ാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവൻ മരണത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അവൻ മാനവരാശിയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മരണത്തിൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ യേശുവിൻ്റെ വിജയത്തിൻ്റെ പങ്കാളിയാകുന്നു. അവൻ യഥാർത്ഥ അർത്ഥത്തിൽ സ്വതന്ത്രനാണ്. നിങ്ങൾക്കും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുകയും ചെയ്യുക. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.